കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസ് 11ാം വർഷത്തിലേക്ക്. സ്നേഹമുള്ളവരെ, ഈ 10 വർഷവും ഈ ശുശ്രൂഷയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിച്ച ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പലപ്പോഴും പല കുറവുകളും വീഴ്ചകളും ഉണ്ടായെങ്കിലും ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തിയത് ഈ ദൈവമാണ്. ഇതിനായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത എല്ലാ പ്രിയ സഹോദരങ്ങളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 27-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: അവൻ അവരോട് സംസാരിച്ചു, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവമായ കർത്താവിന്റെ വചനം നിങ്ങളോട് പറയുന്നു, ധൈര്യമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട. നിങ്ങളുടെ ഏത് പ്രതികൂല സാഹചര്യങ്ങളും മാറ്റിത്തരുന്ന സർവശക്തനായ ദൈവം പറയുന്നു, ധൈര്യമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട. തിരുവചനത്തിൽ നാം കാണുന്നു, കാറ്റ് പ്രതികൂലമായി നിൽക്കുന്ന സമയത്ത് ശിഷ്യന്മാരുടെ വഞ്ചി തിരമാലകളിൽപ്പെട്ട് ഉലഞ്ഞു. വഞ്ചിയിൽ നിന്നിറങ്ങിയ പത്രോസ് യേശുവിനെ നോക്കി കടലിന് മുകളിലൂടെ നടക്കുവാൻ ശ്രമിക്കുമ്പോൾ തങ്ങൾക്കെതിരെ വരുന്ന ശക്തമായ കാറ്റിനെ കണ്ട് ഭയപ്പെട്ടു. പത്രോസ് വെള്ളത്തിൽ താഴുവാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു, കർത്താവേ, രക്ഷിക്കണമേ. അവന്റെ നിലവിളി കേട്ട് അവനെ രക്ഷിക്കുവാൻ കടന്നു വന്ന കർത്താവ് ഇന്ന് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും നമ്മെ രക്ഷിക്കുകയും ചെയ്യും, വൈകുകയില്ല. സ്നേഹമുള്ളവരെ, ചില പ്രതികൂല കാറ്റുകൾ നമുക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ ഭയപ്പെട്ടു പോകരുത്. വിശ്വാസത്തോടെ യേശുവാകുന്ന പാറയിൽ ഉറച്ചു നിൽക്കുമ്പോൾ, ജീവിതമാകുന്ന വഞ്ചിയിൽ, നീയാകുന്ന ആലയത്തിൽ യേശുവിനെയും കൊണ്ട് നടക്കുമ്പോൾ യേശു നിന്നെ എപ്പോഴും ചേർത്ത് പിടിക്കും. ചില സാഹചര്യങ്ങളിൽ നാം ഭയപ്പെട്ടു പോകുമ്പോൾ, സംശയിച്ചു പോകുമ്പോൾ യേശു നിന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയും, മകനെ, മകളെ, നീ ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക. സ്നേഹമുള്ളവരെ, ശക്തനായ ഒരു കർത്താവ് നമുക്കുണ്ട്. നീതിമാനായ ദൈവം നമ്മുടെ ഏത് ആവശ്യങ്ങളും നടത്തിത്തരും, വിശ്വസിക്കുക. ഏത് പ്രതികൂല സാഹചര്യങ്ങളും മാറ്റിത്തരും, വിശ്വസിക്കുക. ഏത് രോഗ അവസ്ഥയെയും മാറ്റിത്തരും, വിശ്വസിക്കുക. ഏത് അന്ധകാര അവസ്ഥകളെയും പ്രകാശമുള്ളതാക്കി മാറ്റിത്തരും, വിശ്വസിക്കുക. വിശ്വസിക്കുക എന്നതാണ് നിനക്കുള്ള സന്ദേശം. ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കൂ എന്നതാണ് യേശുവിന് നമ്മോട് പറയുവാനുള്ളത്. 145-ാം സങ്കീർത്തനം 18-ാം തിരുവചനം പറയുന്നു, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. നമ്മുടെ കർത്താവായ യേശുവിനോട് നമുക്ക് പറയാം, കർത്താവേ, എൻ്റെ നിക്ഷേപവും ഓഹരിയും അവിടുന്ന് തന്നെയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മെ കൈപിടിച്ചുയർത്തുന്നത് നമ്മുടെ കർത്താവായ യേശു മാത്രമാണ്. വിശ്വാസത്തോടെ അവിടുത്തെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം കർത്താവായ യേശു എന്നും ജീവിക്കുന്നു. നമ്മുടെ സകല പ്രാർത്ഥനകൾക്കും അവിടുന്ന് ഇന്ന് ഉത്തരം നൽകും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ കടന്നു വരണം. എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ, എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ, എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ, എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ഇന്ന് നമ്മുടെ കണ്ണുനീരൊപ്പുവാൻ നമ്മുടെ കർത്താവായ യേശു കടന്നു വരും. അവിടുന്ന് എന്നേക്കുമായി നമ്മെ തള്ളിക്കളയുകയില്ല. നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച് അവിടുന്ന് നമ്മെ സഹായിക്കുവാൻ കടന്നു വരും.
നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ഇന്നും എന്നും നമ്മുടെ കൂടെയുണ്ട്. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. ആമേൻ. ഹല്ലേലൂയ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥാ ആമേൻ. ഹല്ലേലൂയ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥാ മാറനാഥാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ഇന്ന് പത്രോസിനെ കരം പിടിച്ചുയർത്തിയ ദൈവം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വീഴ്ചകളിൽ, നമ്മുടെ ഇല്ലായ്മകളിൽ, കുറവുകളിൽ, നമ്മുടെ നിരാശയിൽ നമ്മെ കൈപ്പിടിച്ച് ഉയർത്തുവാൻ കടന്നു വരും. വിശ്വാസത്തോടുകൂടി ഈ പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയിൽ നമ്മുടെ സകല പ്രാർത്ഥനകളും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നും ജീവിക്കുന്ന ദൈവം കർത്താവായ യേശു അത്ഭുതങ്ങളുടെ രാജാവാണ്. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അവിടുന്ന് ഇന്നും ജീവിക്കുന്ന ദൈവം. ആ സത്യദൈവത്തെ വിശ്വാസപൂർവ്വം നമുക്കൊന്ന് സ്തുതിക്കാം. കണ്ണുകളാൽ കാണുമേ, കൺകളാൽ കാണുമേ, എൻ പ്രിയ രക്ഷകനെ. ഓ ഹല്ലേലൂയ. ഓ കൺകളാൽ കാണുമേ, കൺകളാൽ കാണുമേ, എൻ പ്രിയ രക്ഷകനെ. എൻ്റെ യേശുവേ. സുന്ദര രൂപനെ, പണ്ഡിതനാഥനെ, മാറനാഥ മാറനാഥ. ആമേൻ. ആമേൻ. സുന്ദര രൂപനെ, വന്ദിതനാഥനെ, മാറനാഥാ മാറനാഥാ. ഹല്ലേലൂയ. നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. കർത്താവേ, ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഇന്ന് കടന്നു വരുന്ന ഓരോ കുടുംബങ്ങളെയും ഞങ്ങളിത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ കർത്താവേ കണ്ണുനീരോടെ യാചിക്കുന്നു ഓരോ മക്കളെയും കർത്താവെ അവിടുന്ന് കാണണം. ഇന്ന് സകലരുടെ പ്രാർത്ഥനകളും അവിടുന്ന് ശ്രവിക്കണമേ ഈശോയെ. അവിടുന്ന് സഹായിക്കണമേ കർത്താവെ. കർത്താവെ, നിരാശയിലായിരിക്കുന്ന വ്യക്തികൾ ഇത് പ്രത്യാശയോടെ കർത്താവെ ഞങ്ങളുടെ സന്നിധിയിൽ അങ്ങേ സ്തുതിക്കുവാൻ ഇടവരുത്തണമേ. ഹല്ലേലൂയ നാഥ, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അങ്ങേക്ക് നന്ദി പറയുന്ന ഈശോയെ, അങ്ങേക്ക് ആരാധന അർപ്പിക്കുന്ന കർത്താവെ, അങ്ങയുടെ പരിശുദ്ധ നാമം എന്ന് മഹത്വപ്പെടട്ടെ. ഓ എൻ്റെ യേശുവേ, അങ്ങേക്ക് സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ മഹത്വം. ഹല്ലേലൂയ. ആയിരം വാക്കുകൾ മിണ്ടിയാൽ പോരയേ, കാന്തനമെന്നേശുവേ. ആമേൻ. ആമേൻ. ആയിരം വാക്കുകൾ മിണ്ടിയാൽ പോരയേ, കാന്തനമെന്നേശുവേ. ദിനം തോറും വേണമേ, വരവോളം വേണമേ, എൻ്റെ യേശുവേ. മാറനാഥാ ഓ യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. തോറും വേണമേ, വരവോളം വേണമേ, മാറനാഥാ മാറനാഥാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, ആമേൻ. ആമേൻ. എന്റെ ഹൃദയവും നിന്നിൽ തന്നെ. ഹല്ലേലൂയ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ, എൻ ഹൃദയത്തിനുടയോനേ, ആമേൻ. എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ, എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ സമർപ്പിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനകൾ കർത്താവ് ശ്രവിക്കുകയും ഇന്ന് എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.